പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല. ഇന്ത്യ മുഴുവനും ജൂറിസ്ഡിക്ഷനായി ആർട്സ്, മാനേജ്മെന്റ്, കൊമേഴ്സ്, സയൻസ് ഡിസിപ്ലിനായി 17 ഡിപ്പാർട്ട്മെന്റുകളിലായി ഏറ്റവും ഉയർന്ന റാങ്കിൽ നാക്കിന്റെ A++ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അഡ്മിഷൻ എടുത്ത് പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർക്കുമായി ചില വർത്തമാനമാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. സത്യത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പഠനം ഒരിക്കലും നമുക്ക് നിരാശ നൽകുന്നത് ആകരുത്. ഇന്ന് ഈ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവായി വരാനുള്ള സുപ്രധാനമായ കാരണം, ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ സാംസ്കാരിക നഗരം എന്ന് അറിയപ്പെടുന്ന തൃശ്ശൂരിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ പ്രശ്നവും, അതിന് ഞാൻ ഒരു പ്രശ്നം എന്ന് തന്നെയാണ് പറയുന്നത്. ആ പ്രശ്നത്തിലൂടെ ആ കുട്ടിക്ക് ഉണ്ടായ ജീവിത വ്യവഹാരങ്ങളും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ വിദഗ്ധമായ ഉപദേശമല്ല, നിർദ്ദേശം അപ്പാടെ മാറ്റി നിർത്തി ആ കുട്ടി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില വസ്തുതകളാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു കേസ് സ്റ്റഡിയായി ഞാൻ അവതരിപ്പിക്കുന്നത്. ആക്ച്വലി ദിസ് ഈസ് ആൻ ഓഫ് ക്യാമ്പസ് കേസ് സ്റ്റഡി. ഒരു കുട്ടി സ്കൂൾ തലത്തിൽ CBSEയിൽ മനോഹരമായി പഠിച്ചു, 10ാം ക്ലാസ് പാസ്സായി, 12ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം പല തരത്തിലുള്ള ഏജന്റുമാരുടെ ബലിയാടായി. നമുക്ക് തമിഴ്നാട്ടിലേക്കൊന്നും നേരിട്ട് ക്യാമ്പസുകളിലേക്കൊന്നും പോകാതെ തന്നെ ഇവിടെ തൃശ്ശൂരിൽ തന്നെ നമുക്ക് നന്നായി പഠിക്കാം എന്ന് പറഞ്ഞ് ഒരു യൂണിവേഴ്സിറ്റിയുടെ, ആ യൂണിവേഴ്സിറ്റിയുടെ പേര് കൃത്യമായി ഞാൻ പറയാം, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സ്ഥാപനത്തിൽ ആ കുട്ടി 3 കൊല്ലവും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് BCA കോഴ്സ് പാസ്സായി. BCA കോഴ്സ് പഠിച്ചു പാസ്സായി. ആ കുട്ടിയെ സംബന്ധിച്ച്, ആ കുട്ടിയുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച്, ആ കുട്ടി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഗ്രൂപ്പിന്റെ ഒരു പഠന കേന്ദ്രത്തിൽ മനോഹരമായി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പരീക്ഷ വളരെ നല്ല റാങ്കോട് കൂടി പാസ്സായി. ആ കുട്ടിയായിരുന്നു കേരളത്തിലെ ഓഫ് ക്യാമ്പസുകളിലെ ഏറ്റവും ടോപ്പ് സ്കോറിൽ വന്നിട്ടുള്ള കുട്ടി. അങ്ങനെയുള്ള ഒരു ഡിഗ്രി കരഗതമാക്കിയാൽ, ആക്ച്വലി ഒരു ഡിഗ്രി കയ്യിൽ കിട്ടിയാൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? യഥാർത്ഥ ഉദ്ദേശം ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് എന്നാണ്. തുടർന്നുള്ള പ്രോസ്പെക്ടസ് എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം, ഓക്സ്ഫോർഡ് നൽകുന്ന അർത്ഥം വാട്ട് ഇൻ ഫ്യൂച്ചർ എന്നാണ്. വാട്ട് ഇൻ ഫ്യൂച്ചർ, അതാണ് പ്രോസ്പെക്ടസ് എന്ന ഒരു പഠനാനുഭവം. ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു ചെന്ന് ഇനി എനിക്ക് അതിലൂടെ മുന്നോട്ട് എന്ത് എന്നുള്ള ഒരു ചർച്ചയാണ്, ഒരു ചിന്തയാണ് അവിടെ വരേണ്ടത്. ആ തരത്തിൽ ആ കുട്ടി ഇഗ്നോയിലെ MA PC അഥവാ സൈക്കോളജിക്ക് അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തപ്പോൾ ഒരു 15 ദിവസം 20 ദിവസം കഴിഞ്ഞ ഉടനെ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു: MA PC, മാസ്റ്റർ ഓഫ് ആർട്സ് സൈക്കോളജി, കൊച്ചിൻ റീജിയണൽ സെന്റർ, ഇഗ്നോർ റീജിയണൽ സെന്റർ കലൂർ, അഡ്മിഷൻ സ്റ്റാറ്റസ് ക്യാൻസൽഡ്. അഡ്മിഷൻ സ്റ്റാറ്റസ് ക്യാൻസൽ ചെയ്തപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇയാൾ ക്യാൻസൽ ചെയ്തതാണോ? അല്ല സാർ, അത് ക്യാൻസൽ ആയി പോയതാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കി. ക്യാൻസൽ അഡ്മിഷൻ അപ്രൂവ്ഡ്. 26/10/2023 അപ്രൂവ് ചെയ്തു. ക്യാൻസൽഡിനുള്ള റിമാർക്ക് എഴുതിയിരിക്കുന്നത് ഗ്രാജുവേഷൻ ഫ്രം ഓഫ് ക്യാമ്പസ്
സ്റ്റഡി സെന്റർ ഓഫ് ക്യാമ്പസ് ഈസ് നോട്ട് വാലിഡ്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് തെളിവ് സഹിതം നിരത്തി പറയാനുള്ളത്. ആരെങ്കിലും ഇപ്പോൾ ഓഫ് ക്യാമ്പസിലൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ദയവ് ചെയ്ത് ഈ കുട്ടിക്ക് ഉണ്ടായ അനുഭവം ചിലപ്പോൾ അടുത്ത 6 മാസം, അല്ലെങ്കിൽ 1 കൊല്ലം, അല്ലെങ്കിൽ 2 കൊല്ലം, അല്ലെങ്കിൽ 3 കൊല്ലത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു. അത് ഒഴിവാകാതിരിക്കാൻ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക. അപ്പോഴാണ് ഈ വീഡിയോയിലെ തലക്കെട്ട്, ഹെഡിങ്, ടൈറ്റിൽ നമുക്ക് വരുന്നത് ജീവിതം കുട്ടിക്കളിയല്ല. ജീവിതം കുട്ടിക്കളിയല്ല. തട്ടിപ്പിന് ഇരയാകരുത്. ഇവിടെ തട്ടിപ്പ് നടത്തുന്നത് ആരാണ്? എഡ്യൂക്കേഷണൽ ഏജന്റുമാരാണ്. ആ കോളേജ് അല്ല, തൃശ്ശൂരിലെ മഹത്തായ ആ കോളേജ് അല്ല. ആ കോളേജ് ഒരു സ്ഥാപനം നടത്തുന്നു. അങ്ങനെ ഉള്ള ഓഫ് ക്യാമ്പസുകൾ മറ്റു ചിലർക്ക് ഗുണമായിരിക്കാം. ആണ് എന്ന് ഞാൻ പറയുന്നില്ല. 95% ഗുണമല്ല. ചിലർക്ക് ഒരു 1, 2, 5 പേർക്ക് ചിലപ്പോൾ ഗുണമായിരിക്കാം. അങ്ങനെ ഉള്ളവർ ആരെങ്കിലും പുതിയതായി ജോലിക്ക് കയറാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുക. അവർക്ക് ഒരു ജീവിത പുരോഗതിയും ഉണ്ടാവില്ല. ആ 3 കൊല്ലം വേസ്റ്റ്, സമയം 3 കൊല്ലം വേസ്റ്റ്, 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവ്. പിന്നെ ആ കുട്ടി അതിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിന് സോഷ്യൽ കോസ്റ്റ് എന്നാണ് എക്കണോമിക്സിൽ പറയുക. ഒരു സോഷ്യൽ വാല്യൂ ഉണ്ട്, സോഷ്യൽ കോസ്റ്റ്. അത് മുഴുവനും റിയൽ കോസ്റ്റിൽ അതൊക്കെ നഷ്ടപ്പെടുകയാണ് ആ കുട്ടിക്ക്. ആ കുട്ടി ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ ദൈവത്തിന്റെ ഗുണം. പക്ഷേ എന്നോട് വേറെ ഒരു ആംഗിളിലാണ് ആ കുട്ടി സമീപിച്ചത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആക്ച്വൽ പ്രശ്നം എന്താണ്? അല്ല, ഞാൻ സൈക്കോളജിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ജോലി ചെയ്യാൻ വർക്ക് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ എനിക്ക് ബേസിക്ക് വേണ്ടി ചെയ്യണം. പക്ഷെ അത് നമ്മൾ ജോലി കൃത്യമായി മനസ്സിലാക്കൂ. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണ് ഈ അബദ്ധം പറ്റിയത്. ഈ വർത്തമാനം അവരുടെ എന്റർപ്രണർ അറിഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യം വളരെ കഷ്ടത്തിലാവും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്തരത്തിൽ നോട്ട് വാലിഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി PGക്ക് അഡ്മിഷന് നേടാൻ കഴിയാത്ത ഒരു കോഴ്സിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആ കുട്ടിയുടെ ജോലിയെ തടസ്സപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ ഉള്ളവർ ജോലി ചെയ്യുന്ന നാട്ടിൽ ഉണ്ടാകുന്ന സാമൂഹ്യ വിപത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കുട്ടിക്ക് നല്ല ലേണിംഗ് കപ്പാസിറ്റീസ് ഉണ്ട്. കോഗ്നിറ്റീവ് ലെവൽ വളരെ നല്ലതാണ്. വളരെ അഡ്വാൻസ് ആയി തന്നെയാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. പക്ഷെ വാലിഡിറ്റി ഇല്ലാത്ത ഒരു കോഴ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന സാമൂഹ്യ അന്തരീക്ഷം, ആ കുട്ടിക്കുണ്ടാകുന്ന വ്യക്തിപരമായ പുരോഗതി, അവിടെ എന്നെങ്കിലും ഒരു ദിവസം ഒരു തടസ്സം വരുമ്പോൾ അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വിഷമത്തെയാണ് ഞാൻ ഇപ്പോൾ ആ കുട്ടിയെ ഓർമ്മിപ്പിക്കുന്നതും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും. പേയ്മെന്റ് എല്ലാം കൊടുത്തു. അതെ, ഞാൻ അതിനുള്ള സൊല്യൂഷൻ 2 എണ്ണം ഇപ്പൊ പറഞ്ഞല്ലോ. എടുത്തു ചാടി ജീവിതം വിഷമിപ്പിക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ 2 കാര്യം അതിൽ പറഞ്ഞത്. ആ മെസ്സേജില് അവിടെ മെസ്സേജ് പൂർണ്ണമായി കേട്ടോ? കൃത്യമായി ആ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള നിർദ്ദേശം, താങ്കളുടെ ഡിഗ്രി വാലിഡ് അല്ല എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു. ആ വാലിഡ് അല്ലാത്ത ഒരു ഡിഗ്രിയെ കയ്യിൽ കൊണ്ടുവന്ന് ഇനി നിങ്ങളുടെ ജീവിതകാലം മുഴുവനും വാലിഡ് ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങൾ മുമ്പ് ഒരു ആൻഡ്രോയിഡ് ഫോണ് കൈവശം വച്ചിരുന്നു. ആ ആൻഡ്രോയിഡ് ഫോണിന് ഇപ്പോൾ അതെല്ലാം തന്നെ അടിച്ചു പോയി എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം. അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമായി, ഇനി അതിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണിന് പകരം ഒരു ആപ്പിൾ ഫോൺ വേണ്ട ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നു. ബേസിക്കലി ഒരു ആപ്പിൾ ഫോൺ നിങ്ങൾ വാങ്ങിച്ചു. ആ ആപ്പിൾ ഫോണിലെ ഈ പഴയ ഫോണിന്റെ എന്തെങ്കിലും മെറ്റീരിയൽ, അറ്റ്ലീസ്റ്റ് അതിന്റെ ഗ്ലാസ് കവർ എങ്കിലും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ശൂന്യമായി പോയി, ഉപയോഗരഹിതമാണ്, ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതും കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും പോയിട്ട് എനിക്ക് ഫോണുണ്ട് എന്ന് ഈ ഒരു സാധനത്തെ, മൂല്യമില്ലാത്ത ഈ ഒരു സാധനത്തെ കാണിച്ചു കൊടുക്കാൻ കഴിയുമോ?
അതിന് മൂല്യമില്ല. അപ്പൊ അത് ഒരു സാമൂഹ്യ വിപത്തായി മാറുകയാണ്. അതിന്റെ തുടർ ആവശ്യത്തിന് വേണ്ടി കുട്ടി തനിക്ക് ഇന്നതാണ് സംഭവിച്ചത്, ഇനി ആ കോഴ്സ് കൊണ്ട് ഒരു ഗുണമില്ല, ഏറ്റവും നല്ല പഠനാനുഭവം താങ്കളുടെ കൈവശം ഉണ്ടല്ലോ, ആ പഠനാനുഭവം കയ്യിൽ വെച്ച് പുതിയതായി ആ കോഴ്സ് ഇഗ്നോയിലെ ഏറ്റവും പുതിയതായി നമുക്കൊന്ന് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തതിന് ശേഷം അത് വളരെ എളുപ്പത്തിൽ ആശയങ്ങളെല്ലാം ഉണ്ട്, വളരെ നന്നായി പരീക്ഷ എഴുതാം, 3 കൊല്ലം തന്നെ പൂർത്തിയാകും. there is no any shortcut. ചിലർ അങ്ങനെ പറയുന്നുണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടത്തും എന്ന്. അത് തട്ടിപ്പാണ്. അതെങ്ങനെയാ ഈ സൂട്ടബിൾ അല്ലാത്ത ഒരു ആൻഡ്രോയിഡ് ഫോണിനെ എടുത്ത് അതിലെ കമ്പോണന്റ് എടുത്ത് ഈ ആപ്പിൾ ഫോണിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുക? അത് തട്ടിപ്പല്ലേ? അതിനും സാധ്യമല്ല. അപ്പൊ പുതിയതായി 3 കൊല്ലം പൂർത്തിയാക്കുക തന്നെ വേണം എന്ന് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ യഥാർത്ഥ നിർദ്ദേശം ഞാൻ കൊടുത്തപ്പോൾ തിരസ്കരിക്കുകയാണ്, തട്ടിമാറ്റുകയാണ്, വേണ്ട എന്ന് ശഠിക്കുകയാണ്. പിന്നീട് ആ കുട്ടിക്കുണ്ടാകുന്ന ഖേദമാണ് ഈ വീഡിയോ ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം. എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇയാൾ പേര് വേണ്ട. ഇയാൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇയാൾക്ക് ഇപ്പൊ ഉള്ള ഈ ഡിഗ്രി കൊണ്ട് യാഥാർത്ഥ്യത്തിൽ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞോ? ഏതില്? മറ്റൊരു വലിയ കുരുക്കിലാണ് ആ കുട്ടി ഉള്ളത്. സത്യത്തിൽ ഈ കുട്ടി ഈ ഒരു വിഷയത്തിൽ BCA 2015 കംപ്ലീറ്റ് ചെയ്തു. ഒരു ഓഫ് ക്യാമ്പസ് പഠനമായിരുന്നു. അതിൽ അംഗീകാരമില്ലാത്ത ഒരു ഡിഗ്രിയെ വെച്ച് അതേ തമിഴ്നാട്ടിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCAയും എടുത്തിരിക്കുന്നു. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ റെഗുലറായി പോയി MCA എടുത്തു. ഇത് സത്യത്തിൽ ഏത് വിഭാഗത്തിൽ വരും എന്നുള്ളത് അറിയാമോ? വാലിഡ് ഡിഗ്രി ഇല്ലാതെ ഒരു PG എടുത്ത നിലവാരത്തിന് വരും എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇല്ല, PG ഇല്ല, പക്ഷെ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്, PhD കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് താങ്കൾക്ക് ഊഹിക്കാമല്ലോ. ഡിഗ്രി ഇല്ല, PG ഇല്ല, പക്ഷെ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നാട്ടിലുള്ള കുറെ ഡോക്ടർമാരുണ്ട്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കൂ. ഞാൻ ഡോക്ടർ എന്നൊക്കെ പറയുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളാണ്. അപ്പൊ ചുരുക്കത്തിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെഗുലറായി MCA എടുത്തിട്ടുള്ള കുട്ടിക്ക് അടിസ്ഥാനപരമായി ഡിഗ്രി ഇല്ല എന്ന് ലോകോത്തര നിലവാരമുള്ള ഇഗ്നോയിലെ കൗൺസിലിംഗ് അഡ്മിഷന് പോയപ്പോൾ കൗൺസിലിംഗ് പ്രോസസ്സിലെ ക്യാൻസൽ ചെയ്ത ആ ഡിഗ്രിക്ക് വിലയില്ല എങ്കിൽ ആ PGക്ക് ഇനി വിലയുണ്ടോ? ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരാണ് ഇതിന് ഉത്തരവാദി? ഈ സമൂഹത്തിനുണ്ടാകുന്ന ഉത്തരവാദിത്വം ആരാണ്? ആ കുട്ടി എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ആ കുട്ടിക്ക് ഇതിനുള്ള എല്ലാ ഇതും തന്നിരിക്കുന്നത്. തൃശ്ശൂരിലെ ഏറ്റവും നല്ല അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി എന്നുള്ളത് തൃശ്ശൂരിലെ ആ കുട്ടിക്ക് ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ 2015. സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ കുട്ടിയുടെ പേരും എനിക്ക് പറയാൻ നിർവാഹമില്ല. തൃശ്ശൂരിലെ തന്നെ ഉള്ളതാണ്. ഏറ്റവും നല്ല മാർക്കോട് കൂടിയിട്ട് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നു. എല്ലാറ്റിനും ഫസ്റ്റ് ക്ലാസ് മാർക്കുകൾ വാങ്ങി മൊത്തം അഗ്രിഗേറ്റ് 9.3 സ്കോർ വാങ്ങിച്ച് ഏറ്റവും നല്ല തിളക്കമാർന്ന രീതിയിൽ എത്ര പേപ്പറുകളാണ് ആ കുട്ടി എഴുതി പാസ്സായിരിക്കുന്നത് നോക്കൂ. 29 പേപ്പർ എഴുതി പാസ്സായി, 3 കൊല്ലവും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഈ ഒരു ഡിഗ്രി, ആ ഡിഗ്രിക്ക് ശേഷം ഒരു MCA, ആ MCAയും വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ, എന്നിട്ട് ആ MCA ഉള്ളതിൽ നിന്ന് മാറി പിന്നീട് ഒരു തൊഴിലിന്റെ കൂടുതൽ ഒരു ഗുണം കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ആ കുട്ടി സ്വാഭാവികമായും MAPC അഥവാ മാസ്റ്റർ ഓഫ് ആർട്സ് സൈക്കോളജിക്ക് വേണ്ടി വരുന്നത്. അവിടെ വരുന്നിരിക്കുകയാണ് ക്യാൻസൽഡ്, അപ്രൂവ്ഡ് ആണ്. ഗ്രാജുവേഷൻ ഫ്രം ഓഫ് ക്യാമ്പസ് സ്റ്റഡി സെന്റർ ഓഫ് ക്യാമ്പസ് ഈസ് നോട്ട് വാലിഡ്. ഇത് UGCയുടെ തത്വമാണ്.
ഇങ്ങനെ 2015 എടുത്ത കുട്ടി 8 കൊല്ലമായി ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെ ഈ പ്രവർത്തനത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ എത്ര പേർ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. ഇത് എത്രത്തോളം ഉള്ള സാമൂഹ്യ വിപത്താണ് എന്ന് നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൽ ഒരു സംഗതിയും കൂടി താങ്കളെ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ PG കഴിഞ്ഞു. ഈ ഡിഗ്രി വെച്ചിട്ട് തന്നെയാണോ? സെയിം. അപ്പൊ വീട് എവിടെയാ ഇയാളുടെ? തൃശ്ശൂരിൽ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് BCA തമിഴ്നാട്ടിലെ അഡ്രസ് ഇല്ല. ഒരു കുട്ടിക്ക് കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ MA മലയാളം, MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി തുടങ്ങിയതിന് അഡ്മിഷൻ തരുന്നില്ല. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനില് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അഡ്മിഷൻ തരുന്നില്ല. കാരണം ഓഫ് ക്യാമ്പസ് അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്താൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കാണ് അധികാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നടത്താനുള്ള അധികാരം ഇല്ല. അതുപോലെ തന്നെ BCA ഇപ്പൊ നടത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ്. അത് നടത്താനുള്ള അധികാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നൽകിയിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ജൂറിസ്ഡിക്ഷന്റെ അകത്ത് തന്നെ സ്റ്റഡി സെന്ററുകൾ ഓഫ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ക്ലോസ് ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഓഫ് സെന്ററുകൾ വന്ന് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ വിപത്ത് വളരെ വലുതാണ്. ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിലെ കുറച്ച് ഭാഗവും കൂടി നമുക്ക് കേൾക്കാം. എന്നാൽ വേറെ ഒരു കാര്യം, അവിടെ റെഗുലർ ആയിട്ടാണോ PG ചെയ്തത്? കുട്ടി പറയുന്നത് റെഗുലറായി എന്നാണ്. കോയമ്പത്തൂരിൽ അഡ്രസ് ഉണ്ടോ? അല്ല, എന്റെ ചോദ്യം ശ്രദ്ധിക്കൂ കുട്ടി. വീണ്ടും വീണ്ടും കുഴിയിലേക്ക് തന്നെ ചാടി പോവുകയാണ്. വളരെ വേഗത്തിൽ ചാടി പോവുകയാണ്. സംസാരിക്കുന്നത് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനോടാണ്. അത് തിരിച്ചറിയുന്നില്ല. ഒന്ന് ചാടി ഇങ്ങനെ പോവുകയാണ്. ഒന്ന് ചെയ്ത് വീണ്ടും ഒരു MCA ചെയ്തത്, MCA ചെയ്തു എന്ന് പറഞ്ഞത് അല്ലേ? ഹലോ 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 കട്ടായി പോയി. MCA അല്ലേ ചെയ്തത്? MCA ചെയ്തതിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എവിടുന്നാണ് ചെയ്തത്? സ്റ്റഡി സെന്റർ ഏതായിരുന്നു? ഓക്കെ, കോയമ്പത്തൂരിൽ റെഗുലറായി പോയി ചെയ്യുമ്പോ നാളെ ഞാൻ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇയാൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വേണമെങ്കിൽ ഇയാൾക്ക് നെഗ്ലക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിൽ എനിക്ക് ഒരു ഗുണവുമുള്ള കാര്യമോ മറ്റതോ അല്ല. ഞാനൊരു എന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു കേസ് എന്നുള്ള നിലക്ക്, ഒരു കേസ് സ്റ്റഡി എന്നുള്ള നിലക്കാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഏതൊരു കോഴ്സിനും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് പോകുമ്പോ ബേസിക്കലി ഡിഗ്രിയും PGയും അനാലിസിസ് ചെയ്യും. ആ അനാലിസിസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സ്വീകാര്യമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇയാൾക്ക് ഡിഗ്രി അപ്രൂവ് അല്ല എന്ന് പറഞ്ഞത്. ആ ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ NAC A++ ഗ്രേഡുള്ള യൂണിവേഴ്സിറ്റി പറയുന്നു ഇയാളുടെ ഡിഗ്രിക്ക് അംഗീകാരമില്ല എന്ന്. അതുകൊണ്ടാണല്ലോ MAPCക്ക് അഡ്മിഷൻ കിട്ടാതിരുന്നത്. ഫ്രണ്ട് പറഞ്ഞതൊക്കെ ഒരു ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്, ആ കുട്ടി വീണ്ടും ചെയ്തിട്ടുണ്ട്, ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന ഒരു വാദമാണ് ഇവിടെ ആ കുട്ടി ഇപ്പൊ തൽക്കാലം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഞാൻ യാഥാർത്ഥ്യത്തിലേക്കാ പറയുന്നത്. അതൊക്കെ തട്ടിപ്പിന്റെ കൂട്ടത്തിൽ പെടും. ഇത് തന്നെ കുട്ടിക്ക് കണ്ടില്ലേ, എടുത്തു ചാടുകയാണ്. എനിക്കിതൊന്നും അറിയണ്ട. കഷണ്ടിക്കാരാ താടിക്കാരാ ഇതൊന്നും എന്നോട് പറയണ്ട. എനിക്ക് ഞാൻ കൊടുത്ത കാശ് റീഫണ്ട് ചെയ്ത് കിട്ടുമോ എന്ന്. 1 ലക്ഷം രൂപ അവിടെ പോയതും 2.5 ലക്ഷം രൂപയിടത്തോളം MCAക്ക് വേണ്ടി പോയതും ഇതൊന്നും ആ കുട്ടിക്ക് ബാധകമല്ല. പക്ഷെ ഇഗ്നോ നൽകിയ ക്യാൻസൽ ചെയ്തതിന്റെ ഫണ്ട് കിട്ടുമോ എന്നുള്ളതാണ് ആ കുട്ടി ആ ഫണ്ട് ഇഗ്നോ കൃത്യമായി അക്കൗണ്ടിലേക്ക് അയച്ചു തരും. അർഹതയില്ലാത്തത് ഇഗ്നോയ്ക്ക് വേണ്ട. ഓക്കെ, അങ്ങനെ അർഹതയില്ലാത്തവരെ ഒരു കാരണവശാലും മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ.
ഓക്കെ, ക്യാൻസൽ ആയാൽ അതിനൊരു നിശ്ചിത സമയമുണ്ട്. അതാ ഇപ്പോൾ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചാറ്റില് നമുക്ക് ബെറ്റി ബേബി നമ്മളോട് ആവശ്യപ്പെടുന്നത്, സാർ ഞാൻ 2022 ജൂലൈ ബാച്ചിൽ MA PC അഡ്മിഷൻ എടുക്കുകയും പിന്നീട് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ഇഗ്നോ പൈസ റീഇംബേഴ്സ്മെന്റ് ചെയ്ത് തന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 2022 ജൂണിലാണ് ചെയ്തത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഏത് അക്കൗണ്ടിലാണോ അഡ്മിഷൻ എടുത്തത്, ചിലപ്പോ കഫേയിലൂടെ ആയിരിക്കാം, ചിലപ്പോ സ്വന്തം അക്കൗണ്ടില് അച്ഛന്റെയോ അമ്മയുടെയോ കൂട്ടുകാരുടെയോ ആരുടെയെങ്കിലും അക്കൗണ്ടിലൂടെ ആയിരിക്കാം. ആ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്യാഷ് തിരിച്ച. കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ ഇത് ബെറ്റി ബേബി ആണ് എന്ന്. അപ്പൊ നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഫണ്ട് പോയത് ആ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ID വെച്ച് ക്രോസ് വെരിഫിക്കേഷൻ നടത്തിയാൽ ഇത്, പക്ഷെ അതിന് ഇത്തിരി സമയമെടുക്കും. ഓക്കെ, നമുക്ക് ഈ കുട്ടിയോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞത് എടുത്ത് ചാടി ജീവിതം നശിപ്പിക്കരുത്. അത് സാരമില്ലാതെ കുട്ടി പറയുന്നു. വർക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, വർക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. വർക്കിങ്ങിന്റെ പല കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. ഞാൻ തന്ന മെസ്സേജ് കേട്ടോ? ഏറ്റവും അവസാനം ഇയാൾ ജീവിതം എടുത്തു ചാടുകയാണ് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്റെ മെസ്സേജ് പൂർണ്ണമായി കേൾക്കാത്തത്. ആ മെസ്സേജ് പൂർണ്ണമായി കേട്ടിട്ട് ബാക്കി എന്നെ ഒന്ന് തിരിച്ചു വിളിക്കൂ. മെസ്സേജിൽ കൃത്യമായി ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഹലോ, പക്ഷെ ആ കുട്ടി അത് കേട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഈ ഉത്തരം തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്ന മെസ്സേജ് ഞാൻ തന്ന മെസ്സേജ് പൂർണ്ണമായി ഇയാൾ കേട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതല്ല പറഞ്ഞത്, മെസ്സേജ് വേറെയാ കൊടുത്തത്. എടുത്തു ചാടുകയാണ്, വിഭ്രാന്തി. കാശ് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ലേ ചോദ്യം. ക്യാഷിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ കാശ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കാശല്ല, കാശ്, പണം. തിരിച്ചു കിട്ടുമോ എന്നുള്ളതല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്തരം, ഹലോ, അതിന്റെ ഉത്തരം ഞാൻ ആ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇയാൾ കേട്ടില്ല. ഉത്തരം തരാനുള്ള ക്ഷമയില്ലാതെ പെട്ടെന്ന് ആ കുട്ടി അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത് എന്റെ മെസ്സേജ് വീണ്ടും കേൾക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു നടത്തിയത്. ഓക്കെ, ഇയാളുടെ ആക്ച്വൽ പ്രശ്നം എന്താണ്? അല്ല, ഞാൻ MA സൈക്കോളജിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഡിസ്റ്റൻസ് ചെയ്യാൻ വർക്ക് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ എനിക്കൊരു ഫോം കിട്ടി. കൃത്യമായി പറഞ്ഞാൽ ഇയാളുടെ ഓഫ് ക്യാമ്പസ് പ്രോഗ്രാമിന് വാലിഡിറ്റി ഇല്ല, വിലയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇയാൾക്ക് ഡിഗ്രി ഇല്ല, അംഗീകരിച്ച ഡിഗ്രി ഇല്ല. അപ്പൊ തന്നിരിക്കുന്ന ഈ മെസ്സേജ്, തന്നിരിക്കുന്ന ഇത് വെച്ചിട്ട് ഒന്നിലോ നമുക്ക് BCA തന്നെ ചെയ്യാം. നേരത്തെ BCA ചെയ്തതാണല്ലോ. ഇതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് BCA ചെയ്യാം. എന്നിട്ട് നമുക്ക് MCAയോ MA സൈക്കോളജിയോ MBAയോ ഏത് വേണമെങ്കിലും ചെയ്യാം. തന്നിരിക്കുന്ന ഈ ഡോക്യുമെന്റ് മതി BCA ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് BA സൈക്കോളജി ചെയ്യാം, എന്നിട്ട് MA സൈക്കോളജിയിലേക്ക് പോകാം. അപ്പൊ കുറച്ചും കൂടി ഡെപ്തിലുള്ള പഠനം കിട്ടും. 1700 രൂപ ഈ അക്കൗണ്ടിലേക്ക്. മറ്റതിന്റെ ഫീസ് അക്കൗണ്ടിലേക്ക് 60 ദിവസം കഴിഞ്ഞ് കിട്ടും കേട്ടോ. കൃത്യമായി ഇവിടെ ഞാൻ നിർദ്ദേശം കൊടുത്തു. അതിന്റെ 60 ദിവസം കഴിഞ്ഞ് ഈ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും എന്ന് കൃത്യമായി പറയുക തന്നെ ചെയ്തു. പക്ഷെ കുട്ടി അത് ശ്രദ്ധിച്ചില്ല. കുട്ടി ശ്രദ്ധിച്ചത് ഞാൻ പറഞ്ഞ ഉപദേശം. ഞാൻ ഉപദേശമല്ല കൊടുത്തത്, ഞാൻ സത്യത്തിൽ നിർദ്ദേശമാണ് കൊടുത്തത്. ഉപദേശമാണെങ്കിൽ എന്താണ് പറയുക, നിർദ്ദേശമാണെങ്കിൽ എന്താണ് പറയുക? അംഗീകരിച്ച BCA ആ കുട്ടിയുടെ കയ്യിൽ ഇല്ല. പക്ഷെ ആ കുട്ടിയുടെ കയ്യിൽ ഒരു MCA അടക്കം ഇതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ ആ കുട്ടി എടുത്തിട്ടുണ്ട്. ആ രണ്ടെണ്ണത്തിനും വിലയില്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഞാനാണെങ്കിൽ അത് മാറ്റിവെക്കോ, താങ്കളാണെങ്കിൽ എന്താണ് ചെയ്യുക? ഒന്നിലോ ഏറ്റവും കൂടുതൽ നന്നായി പഠിച്ച ഈ ഒരു വിഷയത്തിൽ NAC അടക്കം അംഗീകാരമുള്ള, UGC അംഗീകാരമുള്ള, ലോകത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകാരമുള്ള അതേ BCA കൃത്യമായി ചെയ്യാം. കാരണം 29 പേപ്പർ പഠിച്ച അനുഭവമുണ്ട്, പഠനാനുഭവമുണ്ട്. അതിന് റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് അതിൽ കുറെ പുസ്തകങ്ങളുമുണ്ട്. നമുക്ക് ആ BCA തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ MCA ഒന്നും കൂടി ചെയ്യാം. അത് മാത്രമാണ് സൊല്യൂഷൻ.
അത് മാത്രമാണ് സൊല്യൂഷൻ. അതല്ല എങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് MA സൈക്കോളജിയാണ്. അപ്പൊ ഈ BCAക്ക് പകരം BA സൈക്കോളജി ഇവിടെ ചെയ്തിട്ട് പിന്നീട് ഒരു MA സൈക്കോളജി എടുക്കാം. ദ മാറ്റർ ഓഫ് 5 years, 5 കൊല്ലം സമയമെടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ 5 കൊല്ലത്തിന് പകരം ഇനിയുള്ള ആ കുട്ടിയുടെ 50 കൊല്ലത്തെ ജീവിതം. ദൈവം നമുക്ക് ആയുസ് മലയാളികൾക്ക് 65 വയസ്സാണ്. അപ്പൊ ഇനിയുള്ള 50 കൊല്ലം ആ കുട്ടിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ഈ 2 ഡിഗ്രിയിലൂടെ, അല്ലെങ്കിൽ ഈ 5 കൊല്ലം പ്ലസ് നഷ്ടപ്പെടുകയാണ്. ഈ ദിവസം മുതൽ ആ കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ 2015 മുതൽ ആ കുട്ടിക്ക് ജീവിതം നഷ്ടപ്പെട്ടു തുടങ്ങി. 2015 ഞാൻ ഈ കഥ പറയുന്നത്, ഇതൊരു കേസ് സ്റ്റഡി ആയി പറയുന്നത്, ആയിരക്കണക്കിനുള്ള വിദ്യാർത്ഥിനികൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർ ചില സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന്റെ ഈ വീഡിയോയിലെ 2ാം ഘട്ടത്തിൽ ഞാൻ കൃത്യമായി എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് ഞാൻ മറ്റൊരു രീതിയിൽ താങ്കളുമായി പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന യഥാർത്ഥ പ്രശ്നം, ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന സാമൂഹ്യ വിപത്തിൽ നിന്ന് മാറി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നിലോ BCA ചെയ്യാം, അല്ലെങ്കിൽ BA സൈക്കോളജി ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള BA ഇംഗ്ലീഷ് പിന്നീട് MA ഇംഗ്ലീഷ് ചെയ്ത് PhD എടുക്കാം, കോളേജ് ലെക്ചറർ ആകാം. ചുരുക്കത്തിൽ അവരുടെ എന്റർപ്രണർ. ഞാൻ ഈ വീഡിയോ സതുദ്ദേശത്തിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലാതെ ഈ കുട്ടിയുടെ എന്റർപ്രണർ ഇത് കേൾക്കണമെന്നും ആ കുട്ടിക്ക് തൊഴിൽ നഷ്ടപ്പെടുത്തണമെന്നും അല്ല എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. എല്ലാ നന്മകളുടെ പിന്നിലും അത് ചെയ്യുമ്പോൾ ചിലർക്ക് ചില ദോഷങ്ങൾ വരാം, ചിലർക്ക് നന്മകൾ വരാം. അതാണല്ലോ അതിന്റെ രീതി. സ്വാഭാവികമായും നമ്മൾ രത്നം, ജെംസ് ശരീരത്തിൽ ഇട്ട് നടക്കുന്നു എങ്കിൽ പവിഴപ്പുറ്റിലെ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് എടുത്തതാണല്ലോ ആ രത്നം, അല്ലെ? അത് നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് ഉപയോഗിക്കുന്നു, പുതിയതായിട്ട് ഒരു ഇരുമ്പിന്റെ ഒരു സംഗതി ഉപയോഗിക്കുന്നു, മറ്റേതോ ഒരു സംഗതി നശിപ്പിച്ചിട്ടതിന് ശേഷമാണല്ലോ നമ്മൾ അത് പുതിയ ഒരു ഇരുമ്പാക്കി മാറ്റിയിട്ട് പിന്നീട് അത് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപാന്തരപ്പെടുക എന്നുള്ളത് ഒരാൾക്ക് ഗുണം കിട്ടുമ്പോൾ ചിലർക്ക്, വളരെ കുറഞ്ഞ പേർക്ക് നഷ്ടമുണ്ടാകും. ആ ജീവിത നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം സമൂഹത്തിന് എന്താണ് ഗുണം, കുടുംബത്തിന് എന്താണ് ഗുണം, വ്യക്തിക്ക് എന്താണ് ഗുണം, രാഷ്ട്രത്തിന് എന്താണ് ഗുണം എന്നുള്ള ആ ഒരു ഗുണത്തിന്റെ ചേരുവ വച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ വലിയ സൗധങ്ങളാണ്, വലിയ വലിയ സ്ഥാപനങ്ങളാണ്. 5 ഏക്കർ 6 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥാപനങ്ങളാണ്. ചിലപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ കേന്ദ്രങ്ങൾ എന്നുള്ള പേരിൽ ഒരു കോർണറില് അവിടെ തന്നെ ഒരു മൂലയില് ഇത്തരത്തിലുള്ളതിന്റെ ഒരു സ്റ്റഡി സെന്റർ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അൺഎയ്ഡഡ് കോളേജ് ആയിരിക്കും ചിലപ്പോൾ ഇത് നടത്തുക. റെഗുലർ ആയിട്ടുള്ള എയ്ഡഡ് കോളേജുകളിൽ ഇത്തരത്തിലില്ല, ഗവൺമെന്റ് കോളേജുകളിൽ ഇത്തരത്തിലുള്ള സുനാമികളൊന്നും ഉണ്ടാവില്ല. മറിച്ച് അൺഎയ്ഡഡ് കോളേജുകളില്, പ്രൈവറ്റ് കോളേജുകളില് ഇത്തരത്തിലുള്ള കുറെ ലീലകൾ നമുക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. സ്വാഭാവികമായും ഇതിൽ ഇഗ്നോർ കൃത്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്യാൻസൽ ആയി എന്നുള്ളതിന് ആ കുട്ടിക്ക് ഇനി ഈ ഉള്ള ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. സ്വാഭാവികമായും നമുക്ക് ഇനി ചിന്തിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ: ജീവിതം ഹോമിക്കാതെ കാത്തു സൂക്ഷിക്കണം. അപ്പൊ എടുത്തു ചാടി ജീവിതത്തെ നമ്മൾ ഹോമിക്കരുത്. യാഥാർത്ഥ്യം കൃത്യമായി ഉൾക്കൊള്ളുക. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സംഭവിച്ചത് ഒരിക്കലും നിങ്ങൾ അതൊരു നിരാശയായി കാണരുത്. സത്യത്തിൽ ഈ കുട്ടിക്ക് സംഭവിച്ചത്, അത് കുട്ടി ഒരു നിരാശയിലേക്ക് പോകാതെ തന്റെ ജോലി നഷ്ടപ്പെടുമല്ലോ, തന്റെ അന്തസ്സ് നഷ്ടപ്പെടുമല്ലോ, സമൂഹത്തിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടുമല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാർഗത്തിലേക്ക് വരാതെ ഇപ്പോഴും അത് തന്നെ കടിച്ചു പിടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഞാൻ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ പ്രഗത്ഭരായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഡിഗ്രി ഇല്ലാതെ വേറെ ഒരു ഡിഗ്രി സംഘടിപ്പിച്ച് വേറെ ഒരു കോളേജിൽ ഒരു PGക്ക് അഡ്മിഷൻ എടുത്ത്, ആ അഡ്മിഷൻ എടുത്തത് രാഷ്ട്രം മുഴുവനും, സംസ്ഥാനം മുഴുവനുമല്ല, സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് മുഴുവനുമല്ല, ആ കുട്ടിയുടെ ആ ചെറിയ പ്രദേശം മാത്രമല്ല, ലോകം മുഴുവനും അത് ചിന്തയ്ക്ക് വിധേയമാക്കി. അവസാനം ആ കുട്ടി ഇപ്പോൾ ജയിലിലാണ്. ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്ത സ്ഥാപനത്തിന്റെ
ആ വലിയ മഹത്തായ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ്. ആ ഉദ്യോഗസ്ഥർക്ക് നേതൃത്വം കൊടുക്കാം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകർ പ്രതിസന്ധിയിലാണ്, ജയിലിലാണ്. ഈ കോളേജിന് തന്നെ അംഗീകാരം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില പേപ്പർ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോളേജിന് തന്നെ അഡ്മിഷൻ നിലനിൽപ്പില്ലാതിരിക്കുന്ന സാഹചര്യം. ആ കോളേജിലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഈ വിദ്യാർത്ഥി ഇപ്പോൾ ജയിലിലാണ്. നേരത്തെ ഇത് തിരിച്ചറിഞ്ഞിട്ടതാണ് എങ്കിൽ അങ്ങനെ ഒരു തിക്താനുഭവം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകരുതേ എന്നുള്ള സാമൂഹ്യ നന്മ അനുസരിച്ചാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ തിരുക്കുറലിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അംഗീകാരം ഇല്ലാത്ത സ്ഥാപനങ്ങളിലൂടെ ഒരിക്കലും നിങ്ങൾ അഡ്മിഷൻ നേടരുത്. UGCയുടെ അംഗീകാരമുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യൂ. അഡ്വർടൈസ്മെന്റ്, സ്പോൺസർഷിപ്പിൽ വരുന്ന എല്ലാ പരസ്യങ്ങളും തെറ്റാണ്. അവ സൂചിപ്പിക്കുന്നതെല്ലാം തെറ്റാണ്. നമ്മുടെ TV ഒന്ന് വീട്ടിൽ TV ഓപ്പൺ ചെയ്താൽ പ്രഗത്ഭരായ നടന്മാർ, ലോകോത്തര നിലവാരമുള്ള പത്മശ്രീകളെല്ലാം, കേണൽമാർ, പത്മശ്രീമാർ, മഹാനടന്മാർ, നടിമാർ, അവർ വന്നിട്ട് വിദേശത്ത് ഇതിന് ഭയങ്കര മൂല്യമാണ്, നിങ്ങൾക്ക് മാത്സിന് വലിയ മാർക്കില്ലെങ്കിലും ഈ കോഴ്സ് ചെയ്യുന്നതാണ് ലോകോത്തര നിലവാരം, എന്തിനാണ് 3 കൊല്ലം നഷ്ടപ്പെടുത്തുന്നത്, 1 കൊല്ലത്തിനാണ് ഇത്, നിങ്ങൾക്കൊരു ജോലിയാണ് നല്ലത് വേണ്ടത് എങ്കിൽ ഇതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയാണ്. ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്, തട്ടിപ്പിന് നിൽക്കരുത്. കാരണം ഇത് ജീവിതമാണ്. 2 PG ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഉയരാതെ, PSC കിട്ടാതെ, ഒരു ജോലി കിട്ടാതിരിക്കുന്ന കാലഘട്ടം. തമിഴ്നാടും കേരളവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. തമിഴ്നാട് കേരളത്തിനേക്കാൾ പെർസെന്റേജ് കൂടുതലാണ്. ബിരുദാനന്തര ബിരുദം നേടിയവരുടെ, MPhil PhD നേടിയവരുടെ എണ്ണം കേരളത്തെക്കാൾ കൂടുതലാണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും ഏറ്റവും കൂടുതലാണ്. ആ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ആ സംസ്ഥാനത്ത്, കർണാടകയിലെ, ആന്ധ്രാപ്രദേശത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഇത്തരത്തിലുള്ള കോളേജുകൾ എല്ലാം വിദ്യാർത്ഥികളെ കിട്ടാതെ നട്ടം തിരിയുകയാണ്. അതാണ് എന്റെ പോയിന്റ്. ഏറ്റവും കൂടുതൽ പഠനം വിദ്യാർത്ഥി, ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യ ഉള്ള സംസ്ഥാനങ്ങൾ, ഡൽഹി അടക്കം, കേരളത്തെക്കാൾ അഭ്യസ്ത വിദ്യർ കൂടുതലുള്ള, ഡിഗ്രി ഹോൾഡേഴ്സ് കൂടുതലുള്ള, PG ഹോൾഡേഴ്സ് കൂടുതലുള്ള, PhD ഹോൾഡേഴ്സ് കൂടുതലുള്ള, നെറ്റും സെറ്റും എല്ലാം ഉള്ള, അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതലുള്ള കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള ഓഫ് ക്യാമ്പസ് സ്ഥാപനങ്ങളിൽ കുട്ടികളെ കിട്ടാതെ എല്ലാവരും സ്ഥാപനങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്തിനു പോയി തലവെച്ചു കൊടുക്കണം? ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്താൻ 2 കൂട്ടർക്കാണ് UGC അംഗീകാരം കൊടുത്തിട്ടുള്ളത്. 2 കൂട്ടർക്കാണ് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. ഒന്ന്, സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ. അവർക്ക് മാത്രമേ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് കൊടുക്കാൻ അധികാരമുള്ളൂ. 2, സെൻട്രൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ. സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കുന്നത് ഇഗ്നോയിലുള്ളത് രാജ്യവ്യാപകമായ ഉള്ള സ്റ്റഡി സെന്റർ ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. ഉദാഹരണം പറഞ്ഞാൽ NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ, രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന ഓപ്പൺ സ്കൂളുകളാണ്. അതിന് അംഗീകാരമുണ്ട്. കേരളത്തിൽ KSOS, അതിപ്പോ പേര് മാറ്റി സ്കോൾ കേരള എന്നാക്കി മാറ്റി. സ്റ്റേറ്റ് സെന്റർ ഫോർ ലൈഫ് ലോങ് ലേണിംഗിനുള്ള ഓപ്പൺ എഡ്യൂക്കേഷൻ, ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ നൽകുന്ന സ്കോൾ കേരള. മുമ്പത്തെ KSOS തിരുവനന്തപുരം പൂജപ്പുരയിലെ വിദ്യാഭവനിൽ പ്രവർത്തിക്കുന്ന സ്കോൾ കേരള, അത് കേരളത്തിൽ മാത്രമുള്ള ഓപ്പൺ സ്കൂൾ. അതിൽ പാസ്സായ ഒരു കുട്ടിക്ക് തമിഴ്നാട്ടിൽ പോയി ഡിഗ്രി എടുക്കാം.
NIOS പഠിച്ചിട്ടുള്ള കുട്ടിക്ക് തമിഴ്നാട്ടിൽ പോയി ഡിഗ്രി ചെയ്യാം. പക്ഷേ അവിടെ നിന്ന് സ്റ്റേറ്റില് ഇങ്ങോട്ട് ഓപ്പൺ സ്കൂൾ കുട്ടിക്ക് NIOS മാത്രമേ അംഗീകാരമുള്ളൂ. CBSE സ്കൂളുകൾക്ക് അംഗീകാരമുണ്ട്. അത് സെൻട്രൽ ആണ്, നാഷണൽ ആണ്, സെൻട്രൽ ആണ്, കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയാണ്. കേരളത്തിലുള്ള ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ, അവിടെ പോയി +1 +2 ചെയ്യണമെങ്കിൽ അവിടുത്തെ DDയിൽ നിന്ന്, DD എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് ഇത് രണ്ടും ഒന്നാണ് എന്ന് തെളിയിക്കുന്ന രേഖ കൊണ്ടുവന്ന് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷമേ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പക്ഷെ ഇവിടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമേ ഉദിക്കുന്നില്ല. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വെറുതെ ചതിക്കുഴികളിൽ ചെന്ന് ചാടരുത്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ചെന്ന് ചാടരുത്, അബദ്ധം ചെയ്തു പോകരുത്. അറിയാവുന്നത്, കൊക്കിൽ ഒതുങ്ങാവുന്നത് മാത്രം കൊത്തി നമ്മുടെ ജീവിതം വളരെ മനോഹരമായി കൊണ്ടുപോവുക. ആ കുട്ടിയോടും എല്ലാ വിദ്യാർത്ഥിനികളോടും ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഏതെങ്കിലും ഓഫ് ക്യാമ്പസ് സെന്ററുകളിൽ കൃത്യമായി പേരെടുത്ത് പറയാം, തമിഴ്നാട്ടിൽ ഉള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെയോ ഓഫ് ക്യാമ്പസിലൂടെയോ കർണാടകയിലുള്ള, ആന്ധ്രയിലുള്ള, അതുപോലെ ഛത്തീസ്ഗഡിലുള്ള, മറ്റു പല സംസ്ഥാനങ്ങളിലുമുള്ള ഓഫ് ക്യാമ്പസുകളിലെ പ്രോഗ്രാമുകളോ അതുപോലെ തന്നെ UGC അപ്രൂവ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടെങ്കിൽ പോലും അതിനൊന്നും അംഗീകാരം ഇല്ല. ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, അത് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളതാണോ, അത് മാത്രമേ താങ്കൾ നോക്കേണ്ടതുള്ളൂ. നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളതാണോ? അവിടെ അത് അംഗീകാരമാണ്, തമിഴ്നാട്ടിൽ അത് അംഗീകാരമാണ്. പക്ഷെ നിങ്ങൾക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ റേഷൻ കാർഡ് ഇല്ലല്ലോ, നിങ്ങളുടെ വീട് അവിടെ അല്ലല്ലോ. അവിടെ ഉള്ളവർക്ക് ആ ഒരു പരിധിയിൽ അത് അംഗീകാരമാണ്, അതല്ലാത്തവർക്ക് അത് അംഗീകാരമല്ല. പക്ഷെ നമ്മൾ കേരളത്തിലാണ്, അപ്പൊ കേരളത്തിലുള്ളത് നമുക്ക് അംഗീകാരമാണ്. നമ്മൾ ഇന്ത്യയിലാണ്, നമുക്ക് ഇന്ത്യയിലുള്ളതെല്ലാം അംഗീകാരമാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് അംഗീകാരമാണ്. നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് മാത്രമേ അംഗീകാരമുള്ളൂ, അല്ലെങ്കിൽ കേരളം മാത്രമേ അംഗീകാരമുള്ളൂ. തമിഴ്നാടിന്റെ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അത് തമിഴ്നാടിന്റെ അംഗീകാരമുണ്ട്. ഏത്? ഫേസ് ടു ഫേസ്. തമിഴ്നാട്ടിൽ പോയി അവിടെ ഇരുന്ന്, കർണാടകയിൽ പോയി, ആന്ധ്രയിൽ പോയി നമ്മൾ അവിടെ പോയി ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ, അവിടുത്തെ ക്യാമ്പസിൽ പഠിക്കുകയാണെങ്കിൽ, ഓഫ് ക്യാമ്പസ് അല്ല, അവിടുത്തെ യഥാർത്ഥ ക്യാമ്പസിൽ പോയി പഠിക്കുകയാണെങ്കിൽ 3 കൊല്ലവും അവിടെ തന്നെ പഠിക്കുന്നു എങ്കിൽ ആ ഡിഗ്രിക്ക് 2 കൊല്ലം അവിടെ തന്നെ പഠിച്ചിട്ടുള്ളതിന്റെ PGക്ക് അംഗീകാരമുണ്ട്. അല്ലാതെ ഓഫ് ക്യാമ്പസ് പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമില്ല. സമയം ഏറ്റവും കൂടുതലായി പോകുന്നു. ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ആഴത്തിൽ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന എത്രയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അഡ്വർടൈസ്മെന്റുകൾ വരുന്നു. UGC അംഗീകാരമുണ്ട്, ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ ഞാൻ നിങ്ങളെ പാസ്സാക്കി തരാം, ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരാം, ഞാൻ അങ്ങനെ ചെയ്തു തരാം, ഞാൻ ഇങ്ങനെ ചെയ്തു തരാം എന്നൊക്കെ വാങ്ങിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉദാഹരണം ഇപ്പോൾ ചില കോളേജുകൾ, കേരളത്തിലെ കോളേജുകൾ അടക്കം അടച്ചുപൂട്ടുന്ന യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ആ കോളേജിനെ സീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിർത്തണമോ എന്നുള്ള ആലോചനയിൽ നിൽക്കുന്നു. അധികപക്ഷവും അത് നിർത്തരുത് എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. കാരണം ഒരു അബദ്ധം പറ്റി അതിനുള്ള ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുക, അതിന്റെ പിന്നിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു കുട്ടികൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു അപകടവും വരരുത്. വേണമെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കോളേജുകളിലും പരിശോധന നടക്കട്ടെ, മിന്നൽ പരിശോധന നടക്കട്ടെ, അവരുടെ പഴയകാല സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാകട്ടെ. അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കി സത്യസന്ധമായി യാഥാർത്ഥ്യത്തോടു കൂടി ഉള്ളവർക്ക് അത് ഈ ലോകം മുഴുവനും അംഗീകരിച്ച് കിട്ടട്ടെ. അതല്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പുതിയതായി തുടങ്ങട്ടെ. അവർ ചെയ്തത് അബദ്ധമാണ് എന്നുള്ളത് ബോധ്യം അവർക്ക് ഉണ്ടാകട്ടെ. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ
അടച്ചുപൂട്ടാൻ വേണ്ടി നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിൽ ബലിയാടായ കുട്ടികൾക്ക് ഒരു തരത്തിലുമുള്ള ദോഷം ഉണ്ടാക്കരുത്. അറിയാത്തത് കൊണ്ട്, ഏജന്റുമാർ കുടുക്കിയത് കൊണ്ട്, ആ തട്ടിപ്പ് വീരന്മാരെ കണ്ടെത്തി അവരെ ജയിലിൽ അടയ്ക്കും. അവരാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത്. 1000 രൂപയ്ക്ക് വേണ്ടി, 5000 രൂപയ്ക്ക് വേണ്ടി അവർ ചെയ്തത് ഒരു കുട്ടിയുടെ ജീവിതമാണ്, ആ കുട്ടിയുടെ ഭാവിയാണ്. അങ്ങനെയുള്ള തിന്മകൾക്കെതിരെ നമ്മൾ പോരാടണം. ഞാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് ഈ വീഡിയോ പ്രക്ഷേപണം ചെയ്തത്. അതേ ഉത്തരവാദിത്വത്തിൽ താങ്കളും മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു വീഡിയോയിൽ നിങ്ങൾ അഡ്മിഷൻ നേടി കാലാവധി പൂർത്തിയാക്കി, പക്ഷെ നിങ്ങൾക്ക് ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയുള്ളവർ പെരുവഴിയിൽ നിൽക്കുന്ന 1000 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ആശ്വാസകരമായി എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റി അടുത്ത വീഡിയോയിൽ. നിരാശപ്പെടരുത്, നമുക്ക് ക്രമപ്പെടുത്തിയെടുക്കാം. നിരാശപ്പെടരുത്. നിങ്ങൾ ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. നിരാശപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക്, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് താങ്കളെ സഹായിക്കും എന്ന് വളരെ ആത്മാർത്ഥമായി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യവും കൂടി, ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ നല്ല മാർക്കിൽ പരീക്ഷയിൽ പാസ്സാകാനുള്ള 2 നിർദ്ദേശങ്ങൾ, ഉപദേശമല്ല, 2 സജഷൻസ്, 2 നിർദ്ദേശങ്ങൾ താങ്കൾക്ക് നൽകുന്നു. ഏറ്റവും നല്ല ലേബർ ഇന്ത്യ മോഡലുള്ള റഫറൻസ് മെറ്റീരിയൽ, ആ സിലബസിനെ മുഴുവൻ, ആ ബുക്കിനെ മുഴുവനും കവർ ചെയ്യുന്ന രൂപത്തിൽ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ, എല്ലാ കണ്ടന്റുകളെയും പ്രിസൈസ് ആക്കിക്കൊണ്ടുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള ടെക്സ്റ്റ് മെറ്റീരിയൽസ്, ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ, ഗൈഡുകൾ താങ്കൾക്ക് ലഭ്യമാണ്. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോയിലെ പ്രശസ്തരായ അധ്യാപകർ തയ്യാറാക്കിയ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. 60% കൂടുതൽ മാർക്ക് വാങ്ങാനുള്ളത്, അത് നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ താങ്കൾക്ക് ഒരു വാട്സപ്പ് ചെയ്താൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഡിഗ്രിയുള്ള എല്ലാ ഡിഗ്രികൾക്കും MA ഇംഗ്ലീഷിനും ഇംഗ്ലീഷിലൂടെ നമുക്ക് നല്ല ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ നല്ല ലളിതമായ ഭാഷയിലുള്ള ക്ലാസുകൾ താങ്കൾക്ക് ലഭ്യമാകാൻ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാം. ആപ്പ് മുഖേന നൽകുന്ന ആ ക്ലാസുകളുടെ ലിങ്കും ഈ വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം താങ്കളുടെ ജീവിത വ്യവഹാരത്തിന്, ജീവിതത്തിലെ താങ്കളുടെ അഭ്യാസങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്തു പകരുന്ന മറ്റ് അഡീഷണൽ ലേണിംഗ് ടൂൾ ആണ് എന്ന് മനസ്സിലാക്കുക. അവ കരഗതമാക്കുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു.